HSI ഉദ്യോഗാർത്ഥികളെ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കല്ലേ. ഈ ഒരു തംബ്നെയിലിൻ്റെ ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു അവസരം തന്നെയാണ്, ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ്. ആ ചാൻസ് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വെക്കേഷൻ വന്നിരിക്കുകയാണ്. ഇനി ഒരു 60 ദിവസം മാത്രമേ നമ്മളുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഈ 60 ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിരിക്കും, പല പല ഉദ്യോഗ വൃത്തങ്ങളിലിരിക്കുന്ന ആൾക്കാരും, അതുപോലെ ഇപ്പം ജോലിയില്ലാതിരിക്കുന്ന ആൾക്കാരും കാണുമായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. അപ്പോൾ ഈ വ്യക്തികളെല്ലാം നിങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 60 ദിവസം വളരെയധികം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണ്. നിങ്ങൾ ചുമ്മാ ട്രാവൽ ചെയ്തും അതുപോലെ ട്രിപ്പുകൾ അടിച്ചും അതുപോലെ വേറെ കാര്യങ്ങളൊക്കെ ഇൻ്റലിജ് ചെയ്ത് നിങ്ങളുടെ സമയം വെറുതെ കളയരുത്. 60 ദിവസം ഇഷ്ടംപോലെ മണിക്കൂറിൽ നിങ്ങളുടെ മുന്നിൽ ബാക്കിയുണ്ട്. ആ മണിക്കൂർ വേണ്ട വിധത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് HSA എന്ന ആ ഒരു കടമ്പ മറികടക്കാൻ ഈസി ആയിട്ട് പറ്റുന്നതാണ്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഇനേബിൾ ചെയ്യുക. സോ എന്താണ് ആ ഗോൾഡൻ ചാൻസ്? ലെറ്റ്സ് സീ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗോൾഡൻ ചാൻസ്. ഈ കോഴ്സ് ഫീ ആണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് മുമ്പത്തെ ദിവസം നമ്മൾ 1000 റുപ്പീസും 1500 റുപ്പീസിനൊക്കെ കോഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ അതെല്ലാം നോർമൽ ബാച്ചാണ്. ഇത് വേറെ ബാച്ചാണ് മക്കളെ. ഇത് മെൻറ്റർഷിപ്പ് ബാച്ചാണ്. അതായത് വളരെ അധികം കോഴ്സ് ഫീൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന മെൻറ്റർഷിപ്പ് ബാച്ചിൻ്റെ പ്രൈസ് നമ്മൾ HSA ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കുറച്ചിരിക്കുകയാണ്. HSAയുടെ മെൻറ്റർഷിപ്പ് ഗോൾഡ് വെക്കേഷൻ മെൻറ്റർഷിപ്പ് ബാച്ച് ഇനി വെറും 2999 രൂപ മാത്രം. സോ എന്താണ് ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഉള്ള ബാച്ചാണ്. 60 ദിവസം, അതായത് ഞാൻ പറഞ്ഞു തൊട്ടുമുമ്പ് 60 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വെക്കേഷൻ 60 ഡേയ്സ് ആണുള്ളത്. ഈ 60 ദിവസം കൊണ്ട് HSA കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിരിക്കും. ഏത് സബ്ജക്റ്റോടെ, HSA സോഷ്യൽ സയൻസ്, മലയാളം, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, ഏത് സബ്ജക്റ്റും നമ്മൾ ജസ്റ്റ് 60 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇനി ഹിന്ദി ഉണ്ട് കേട്ടോ. ഹിന്ദി കുറേ പേര് വന്ന് കമൻറ്റ് സെക്ഷൻ ചോദിക്കുന്നൊരു കാര്യം, ഹിന്ദി ഉണ്ടോ എന്നാണ്. ഹിന്ദി ഉണ്ട്, നമുക്ക് ഇത്രയും HSAയുടെ എല്ലാ സബ്ജക്റ്റുകളും നമുക്കുണ്ട്. അപ്പോൾ ഈ 60 ഡേയ്സ് കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇത് മെൻറ്റർഷിപ്പ് സപ്പോർട്ടുള്ള ബാച്ചാണ്. എന്താണ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്? എന്താണ് ഗോൾഡ് ബാച്ചിലുള്ള ഈ മെൻറ്റർഷിപ്പ് സപ്പോർട്ട്? നമുക്കറിയാം, പല വ്യക്തികളായ നമ്മൾ ഇപ്പം കോഴ്സ് ജോയിൻ ചെയ്യും. പക്ഷെ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യാനോ, നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്കൊരു അധ്യാപകനോ ഗൈഡ് ചെയ്യാൻ ഒരു ഗൈഡോ ഇല്ല. അവിടെയാണ് ആ ഒരു മെൻറ്ററിൻ്റെ സഹായം നമുക്ക് ആവശ്യമുള്ളത്. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കും, നിങ്ങളുടെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും, നിങ്ങളെ ഒന്ന് പുഷ് ചെയ്യിക്കും. നമുക്ക് പല ആൾക്കാരും അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 60-70% ആൾക്കാരും ഈ ഭൂമിയിൽ പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഒന്ന് തള്ളിവിട്ടാൽ മാത്രമേ കറക്റ്റ് ആവത്തുള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഞാൻ കുറച്ച് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു ഗ്രാഫ് പഠിക്കുന്ന ആ ഗ്രാഫിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഒരു മോട്ടിവേഷൻ കിട്ടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലൈക്ക് ഗ്രാഫ് എന്ന് പറയുന്നത് ലൈക്ക് എന്താണ്, ഇതായിരിക്കും, നല്ല മോട്ടിവേഷൻ ആയിരിക്കും, ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. നമ്മളിങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകും. പിന്നെ നമ്മളങ്ങ് ഡൗൺ ആവും. പിന്നെ നമ്മൾ കുറച്ചൊന്ന് എത്ര ശ്രമിക്കും, പിന്നെയും ഡൗൺ ആവും. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഒട്ടും പഠിക്കാണ്ടാവും. അപ്പോൾ ഈ മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രം പഠിക്കുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഘടകമല്ല. നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ളൊരു ഗോളാണ്. ആ ഗോളിലേക്ക് എത്താനുള്ളൊരു പരിപാടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കൺസിസ്റ്റൻറ്റ് പ്ലസ് മോട്ടിവേഷൻ സ്റ്റഡി പ്ലാൻ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ലൈക്ക് ദിസ്. ആ ഒരു ബാച്ച് എന്ന് പറയുന്നത്, ആ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. പഠിക്കുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് ടേക്ക് ചെയ്യുന്നു, വീണ്ടും പഠിക്കുന്നു, പഠിച്ച് കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ്. ആ രീതിയിലുള്ള ബാച്ചാണ് മെൻറ്റർഷിപ്പ് ബാച്ച്. നിങ്ങളെ കറക്റ്റായിട്ട് നോക്കും. പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ വിളിക്കും, നിങ്ങളോട് ചോദിക്കും എന്തുകൊണ്ട് പഠിച്ചില്ല, പഠിക്കണം, മോട്ടിവേഷൻ തരും. ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ബാച്ചിൽ കാണും. അതാണ് എൻട്രിയുടെ വിജയകരമായിട്ടുള്ള, ഇതുവരെ എല്ലാത്തിലും വിജയകരമായിട്ടുണ്ട്. LP-UPയിൽ, HSL, HSTയിൽ, സെറ്റിൽ, കേറ്ററ്റിൽ എല്ലാത്തിലും നമ്മൾ വിജയകരമായിട്ട് ഗോൾഡ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ സക്സസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിനെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ് ടു എക്സാം കോഴ്സ് വാലിഡിറ്റി 60 ഡേയ്സ് കഴിഞ്ഞാൽ കോഴ്സ് എന്താണ് പോലെ ചെയ്യുന്നത്. അപ് ടു എക്സാം കോഴ്സ് വാലിഡിറ്റി വരെ, കോഴ്സിൻ്റെ എക്സാം നടക്കുന്നത് വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എന്താണ് റിവിഷൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത? ഓൾറെഡി ഇഷ്ടംപോലെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് കറക്റ്റ് ആണോ എന്ന് നമ്മളെ വിലയിരുത്തേണ്ട ദിവസമാണ് റിവിഷൻ ക്ലാസ്സുകൾ. റിവിഷൻ കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പഠിച്ചതെല്ലാം എന്താണ് ഡീകോഡ് ചെയ്തോ എൻകോഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. പഠിച്ചിട്ടുണ്ടോ എന്ന് സ്വയമേ വിലയിരുത്തുന്ന ദിവസമാണ് റിവിഷൻ ക്ലാസ്സുകൾ. റിവിഷൻ ക്ലാസ്സിൻ്റെ അന്ന് എക്സാമുകൾ കാണും. എൻട്രിയിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എക്സാമുകൾ കാണും. സോ റിവിഷൻ ക്ലാസ്സുകൾ, ഡെയിലി ലൈവ് എക്സാമുകൾ ഡെയിലി ഉണ്ട്. സ്റ്റഡി നോട്ടുകളുണ്ട്.
സ്റ്റഡി നോട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനുള്ള ഒരു ക്ഷമ കാണത്തില്ല. ആ വീഡിയോയുടെ PDF നോട്ടുകളുണ്ട്. അതിന് പുറമെ HSAയുടെ സബ്ജക്റ്റ് വൈസ് ഉള്ള സ്റ്റഡി നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഒരു പാഠഭാഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എൻട്രിയുടെ സ്റ്റഡി നോട്ടുകളുടെ പ്രത്യേകത. ഇതൊക്കെ എൻട്രിയിൽ മാത്രം കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് സബ്ജക്ട് വൈസ് എക്സാമുകൾ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റുകളാണ്. HSA മലയാളത്തിൽ പഠിക്കുന്ന വ്യക്തി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കത്തില്ല HSA ഹിന്ദിക്കും HSA മാത്തമാറ്റിക്സിനും പഠിക്കാനുള്ളത്. സോ സബ്ജക്ട് വൈസ് എക്സാംസും ഇമ്പോർട്ടൻ്റ് ആണ്. ജനറലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, കുറേ കാര്യങ്ങളുണ്ട്. സബ്ജക്ട് വൈസ് എക്സാംസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 50ലധികം മോക്ക് എക്സാമുകൾ, 100ലധികം മോഡൽ എക്സാമുകളും അവൈലബിൾ ആണ്. PYQ ഡിസ്കഷൻ ആൻഡ് എക്സാംസും അവൈലബിൾ ആണ്. മുൻകാല ചോദ്യങ്ങൾ വിലയിരുത്തി അതിനെപ്പറ്റി മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം അനാലിസിസ് ചെയ്തിട്ടുള്ള PYQ ഡിസ്കഷൻസും എക്സാമുകളും അവൈലബിൾ ആണ്. ടെലഗ്രാം സപ്പോർട്ട് അവൈലബിൾ ആണ്. അതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള NCERT SCERT പാക്കുകളും അവൈലബിൾ ആണ്. സെപ്പറേറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ അതിൻ്റെ പാക്കുകളും GK ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇതെല്ലാം പ്രത്യേക പാക്കുകളിലേക്കാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടുന്നത്. എൻട്രി ആപ്പ് യൂസ് ചെയ്ത വ്യക്തികൾക്കറിയാം ഇതെല്ലാം ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ HSA ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. LPUP ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ HST ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പോയിന്റുകളും എല്ലാ ക്ലാസ്സുകളും നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഈ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് അടങ്ങിയ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഈ അവസരം ഇനി കിട്ടത്തില്ല. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസരം ഇനി കിട്ടത്തേയില്ല. ഇത്രയും കുറഞ്ഞ കോഴ്സ് ഫീയിൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് അടങ്ങുന്ന ഗോൾഡ് ബാച്ചിലേക്കുള്ള വെക്കേഷൻ ബാച്ചിലേക്കുള്ള അവസരം ഇനി കിട്ടത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. തൊട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്, ഒരു ഫോം തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് ഞങ്ങളുടെ അക്കാഡമിക് അഡ്വൈസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കുറഞ്ഞ കോഴ്സ് ഫീയിൽ HSA ക്രാക്ക് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചെറിയ തുകയ്ക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് അടങ്ങേണ്ട തുകയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് ക്രാക്ക് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഉടൻ തന്നെ ഈ കോഴ്സ് ജോയിൻ ചെയ്യാം. സോ ഈ അവസരം മിസ്സാക്കല്. ഇനി ഒരു ഗോൾഡൻ ചാൻസ് കിട്ടത്തില്ല. വെക്കേഷൻ നല്ല രീതിയിൽ ഫലപ്രദമാക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.